എൻ്റെ പേര് ഊർമിള. ദേവരാജ് കുറുപ്പിൻ്റെ വൈഫാണ്. പണ്ടത്തെ ഒരു റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ഒരാളായിരുന്നു. പുള്ളി ഇപ്പോൾ പോയിട്ട് ഒരു 5 വർഷമാകുന്നു. പിന്നെ എല്ലാ ഓണത്തിനും ഞാൻ വരാറുണ്ട്. നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്നത് ബോംബെയിലാണ്. പക്ഷേ മാവേലിക്കരയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും പിള്ളേരെ കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ആയിട്ട് നാട്ടിൽ പോകുന്നതാണ്. എല്ലാ വർഷവും പോകും. അവർക്ക് പിള്ളേർക്ക് പ്രത്യേകിച്ച് കൊച്ചുമക്കൾക്ക് നാടെന്ന് പറഞ്ഞാൽ വലിയ ജീവനാണ്. ചെല്ലുമ്പോൾ തന്നെ പറയും താക്കോലിങ്ങ് തന്നേരെ, അവർക്ക് താമസിക്കാനാണ്. ഇനി കാലം പറയും ആർക്കാ താമസവും എന്തൊക്കെയാണെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ബോംബെയിൽ എവിടെയായിരുന്നു? ബോംബെ ബാന്ദ്രയിലായിരുന്നു. ബാന്ദ്ര തന്നെ. ഈസ്റ്റോ വെസ്റ്റോ? വെസ്റ്റിൽ. അവിടെയാണ് പഠിത്തം എല്ലാം കഴിഞ്ഞു. ഇവിടെ ഫ്ലാറ്റ് ഉണ്ടോ? ഇപ്പോഴും അപ്പാർട്ട്മെൻ്റ് ഉണ്ടോ? ഇല്ല, അപ്പാർട്ട്മെൻറ്റൊക്കെ അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതെല്ലാം കൊടുത്തു. പിന്നെ ഞങ്ങൾ നാട്ടിൽ സെറ്റിലായി. എറണാകുളത്തായിരുന്നു സെറ്റിലായത്. പിന്നെ അച്ഛൻ്റെ വീട് മാവേലിക്കരയാണ്. അപ്പോൾ പിന്നെ അവിടെ തന്നെയാണ് എന്നെയും പിടിച്ച് കല്യാണം കഴിപ്പിച്ചത്. അതുകൊണ്ട് എറണാകുളത്ത് എവിടെയാണ്? എറണാകുളത്ത് സൗത്ത് ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്താണ്. പരപ്പള്ളി നഗരം എന്ന് പറയും. പോകാറുണ്ടല്ലേ? പോകാറുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. നാട്ടിൽ ഇപ്പോഴും ആൾക്കാർ ഫാമിലിയൊക്കെ നാട്ടിലുണ്ട്. വളരെ ഇവിടെ വന്നിട്ട് 10-30 വർഷമായി. ഓണത്തെ പറ്റി എന്താ ഒരു പഴയ ഓർമ്മകൾ എന്തെങ്കിലും? ഓണത്തിനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിലവിൽ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ഓണം നമ്മൾ കൂടുതലായിട്ട് ആഘോഷിക്കുന്നത്. നാട്ടിലേക്കായി ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ അവിടെയുണ്ട്. ഞാൻ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ആഘോഷം തുടങ്ങിയോ? ഞങ്ങൾ ഇതുവരെ ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ മഴയാണ്. അതുകൊണ്ട് വയനാടിൻ്റെ പ്രശ്നം കാരണം കേരളത്തിലില്ല ഈ വർഷം. അതെ, ഓണം മിക്കവാറും അവിടെ ആർക്കും ഇല്ല. അതൊരു വിഷമം തന്നെയാണ് വയനാടിൻ്റെ കാര്യം. പക്ഷേ കൂടുതൽ ഇവിടെയാണ് മനുഷ്യരൊക്കെ സഹകരിച്ചുകൊണ്ടും സ്നേഹത്തോടും എല്ലാം ഓണം ആഘോഷിക്കുന്നത്. അത് കാണുമ്പോൾ ഒരു വലിയൊരു സന്തോഷമാണ്. ജോലി ചെയ്തിരുന്നു ഇവിടെ? ജോലി ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ മെത്തഡിസ്റ്റ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നാണ് പഠിത്തം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് മെത്തഡിസ്റ്റ് ഇപ്പോൾ 10-30 വർഷമായിട്ട് അവിടെ തന്നെയാണ്. താങ്ക് യു സോ മച്ച്.